പ്രിയരെ, നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രശാന്ത്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷണേഴ്സിൻ്റെ ഡയറക്ടർ ഓഫ് സ്റ്റഡീസും IMA കമ്മിറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ സംസ്ഥാന ചെയർമാനുമാണ്. പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ പൊതുജനാരോഗ്യ പ്രവർത്തകനാണ്. ക്യാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ഇടിത്തിയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്യാൻസർ വന്നു എന്നറിയുമ്പോൾ നമുക്കതൊരു വാർത്തയാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവിതത്തിലേക്ക് ക്യാൻസർ കടന്നു കയറുമ്പോൾ നമുക്കതൊരു അനുഭവമാണ്. യഥാർത്ഥത്തിൽ ധാരണയേക്കാൾ ഏറെ തെറ്റിദ്ധാരണകളുള്ള ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് യോജിക്കും. ശരിക്കും അറിവിനേക്കാൾ തിരിച്ചറിവ് ഏറ്റവും പ്രധാനമായ അസുഖമാണ് ക്യാൻസർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റേതൊരു രോഗത്തെയും പോലെ നമ്മൾ കൃത്യമായ അറിവ് നേടി നേരറിഞ്ഞ് തടയാനും നേരിടാനും പറ്റുന്ന ഒരു രോഗമാണ് ക്യാൻസർ. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെയോ പൊതുവിലോ കോശങ്ങളുടെ വിഭജനം ക്രമാതീതമാവുകയും കോശങ്ങളുടെ വളർച്ച ക്രമാതീതമാവുകയും ചെയ്യുന്ന ഒരവസ്ഥ മാത്രമാണ് ക്യാൻസർ. ക്യാൻസർ ഒരു രോഗമല്ല, ഒരു കൂട്ടം രോഗങ്ങളുടെ ഒരു സങ്കലനമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ശരീരത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗത്ത് ഏത് ഭാഗത്തും വരാവുന്ന ഒരു അസുഖമാണ്. പ്രധാനമായും മുതിർന്ന ആൾക്കാരുടെ ഒരു രോഗമാണ് ക്യാൻസർ എന്നും നമുക്ക് പറഞ്ഞു വയ്ക്കാം. എന്നാൽ കുഞ്ഞുങ്ങൾ തൊട്ട് ഏത് പ്രായത്തിലും വരികയും ചെയ്യും. നാം മനസ്സിലാക്കേണ്ടത് ക്യാൻസറിനെ ഭയപ്പെടേണ്ട ഒരു രോഗമല്ല എന്ന വസ്തുതയാണ്. ക്യാൻസർ ആർക്കും വരാമെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ നമ്മൾ അയ്യോ എല്ലാവരും ഭയപ്പെട്ടോടേണ്ട ഒരു അസുഖമാണോ? അതുമല്ല. ഒരു പരിധി വരെ, ഒരു പക്ഷേ 1/3 ക്യാൻസറുകളെ നമുക്ക് തടയാൻ കഴിയും. പുകയില, മദ്യം എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കുകയും ദിവസവും മിനിമം 1/2 മണിക്കൂർ ഒന്ന് കിതയ്ക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്യുകയും പ്ലേറ്റിൽ പകുതി പഴങ്ങളും പച്ചക്കറികളും ശീലമാക്കുകയും അന്നജം അടങ്ങിയ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി പ്ലേറ്റ് എന്ന സംവിധാനം നടപ്പാക്കുകയും ചെയ്യാം. വിശപ്പിനനുസരിച്ച് മാത്രം ആഹാരം കഴിക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കുക. പിന്നെ ഈ ഒരിടത്ത് ഒതുങ്ങിക്കൂടിയുള്ള ഒരു ജീവിതശൈലി, കസേരയിൽ തന്നെ ഇരിക്കുന്ന ഒരു ജീവിതശൈലി, സെഡന്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. അത്തരം ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി നമ്മൾ മൂവിങ് എന്ന് പറയുന്ന, അതായത് അനങ്ങി നടക്കുന്ന, നമ്മൾ കീപ് മൂവിങ് എന്ന് നമ്മൾ പറയുന്ന ഒരു ജീവിതശൈലിയിലേക്ക് വരികയും അപ്പം ദിവസവും 1/2 മണിക്കൂറെങ്കിലും ഒന്ന് കിതയ്ക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്യുകയും വിശപ്പിനനുസരിച്ച് മാത്രം ആഹാരം കഴിക്കുക, അതിൽ തന്നെ പ്ലേറ്റിൽ പകുതി പഴങ്ങളും പച്ചക്കറികളും എന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിർദ്ദേശിക്കുന്ന രീതി പിന്തുടരുകയും ഒപ്പം മനസമാധാനത്തോടെ ജീവിക്കുകയും. സംഘർഷം എന്ന് പറയുന്ന സാധനം, നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇന്നലെയുടെ ദുഃഖത്തെ ഓർത്തും ഇന്നലെ കഴിഞ്ഞു പോയ അത് മാറ്റാൻ പറ്റില്ല എന്ന് നമ്മൾ തിരിച്ചറിയാതെ അതിനെ ചുമന്നുകൊണ്ടും നാളെ എന്താകുമെന്നുള്ള ആധിയിലുമാണ് ഒട്ടുമിക്ക ആൾക്കാരും ജീവിക്കുന്നത്. അതങ്ങ് വിട്ടിട്ട് ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്, ഈ നിമിഷത്തെ എങ്ങനെ മനോഹരമാക്കാം എന്ന ചിന്തയിൽ കുറച്ചുകൂടി സന്തോഷത്തോടെ എല്ലാവരോടും ഒത്തും ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രിയരെ, ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് റിസർച്ച് ഓൺ ക്യാൻസർ പറയുന്നത് നമുക്ക് ജീവിത കാലയളവിൽ, ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ജീവിത കാലയളവിൽ, അയാൾ ജനിച്ച് നല്ല പ്രായമായി മരിക്കുന്നതിനിടയിൽ 5 പേരിൽ ഒരാൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്നാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പ്രതിരോധ മാർഗങ്ങളുണ്ടല്ലോ, അവയൊക്കെ ശീലിച്ചാൽ അത് 15-1 കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. ഇനി ആ 15-1 നമ്മൾ ആവാതിരിക്കാനും ചില മാർഗങ്ങളുണ്ട്. ഇനി ക്യാൻസർ തടയാൻ 3/1 തടയാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ക്യാൻസറിനെ നമുക്ക് മുൻകൂട്ടി നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു രോഗവുമാണ്. അങ്ങനെ മറ്റൊരു 3/1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഭംഗിയായി നേരിടാൻ പറ്റും, ഇല്ലായ്മ ചെയ്യാൻ കഴിയും. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അസാധാരണമായ രീതിയിൽ ഒരു മുഴയോ തടിപ്പോ കണ്ടു എന്ന് വയ്ക്കുക, ഏറ്റവും ലളിതമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു
ക്യാൻസർ പ്രതിരോധിക്കാനല്ല, ഏറ്റവും ലളിതമായി പെട്ടെന്ന് മുൻകൂട്ടി നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ക്യാൻസറാണ് മാറിലെ ക്യാൻസർ എന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ സ്തനങ്ങളിൽ മുഴയോ തടിപ്പോ ശ്രദ്ധയിൽപ്പെടുകയോ സ്തനഞ്ഞെട്ടിൽ നിന്ന് മുലപ്പാൽ വരേണ്ട സമയത്ത് മുലപ്പാൽ അല്ലാത്ത സമയത്ത് ഒരു എന്തെങ്കിലും തരത്തിലുള്ള സ്രവം വരികയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിച്ച് ക്യാൻസർ അല്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇത് ഭയപ്പാടോടെ കാണേണ്ടതല്ല. മാസമുറയുള്ളവർ മാസമുറ കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് നമ്മുടെ കൈയുടെ ഈ മേൽഭാഗം വെച്ചല്ല, താഴ്ഭാഗം വെച്ചല്ല, ഈ ഭാഗം ഒരു മധ്യഭാഗം വെച്ച് സ്തനത്തിൻ്റെ ഓരോ വശവും 4 വശങ്ങളുണ്ട്, 4 ക്വാഡ്രൻസ് എന്ന് ഞങ്ങൾ പറയും. ഒപ്പം കക്ഷത്തിലേക്കും കൂടി നമ്മൾ മാസത്തിലൊരിക്കൽ സ്വയം സ്തന പരിശോധന നടത്തുക. നിരവധി ക്യാൻസർ ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അത് നിങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ചെയ്യാം. ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് പരിശോധിപ്പിക്കാം. സംശയമുള്ള സാഹചര്യങ്ങളിൽ മതി. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പക്ഷം മാമോഗ്രാം പോലെയുള്ള മറ്റു പരിശോധനകളും ചെയ്താൽ മാറിലെ മുഴയോ തടിപ്പോ അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ കഴിയും. സംശയമുള്ള മുഴയിൽ നിന്ന് നമുക്ക് കുത്തിപ്പരിശോധന ചെയ്യാനും കഴിയും. കുത്തിപ്പരിശോധനയിലൂടെ കുത്തിപ്പരിശോധിക്കാമെന്ന് ഒരു ഭയപ്പാടോടെ എടുക്കരുത്. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന മാത്രമുള്ള ഒരു പരിശോധനയാണ്. അപ്പോൾ മാറിലെ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് മുഴയോ തടിപ്പോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പാക്കണം. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടി ലൈപ്പോമ എന്നൊക്കെ പറഞ്ഞ തടിപ്പുകളുള്ള പലരും ഉണ്ടാവും. അതിനെയൊന്നും ഭയപ്പാടോടെ കാണരുത്. പക്ഷെ അതിലേതെങ്കിലും ഒന്ന് അസാധാരണമായ വളർച്ച കൈവരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ പെടുത്തേണ്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യവുമാണ്. പ്രിയരെ, അതുപോലെ നമ്മൾ ആഹാരം ഇറക്കാൻ തടസ്സം, വായിൽ വെള്ളപ്പാട്, ചുവന്ന പാട്, നാക്ക് അനക്കാൻ പ്രയാസം, ആഹാരം കഴിക്കുമ്പോൾ നീറ്റൽ, ഇതൊക്കെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടാകാം. പക്ഷെ ക്യാൻസർ അല്ല എന്ന് ഉറപ്പാക്കുന്നത് വളരെ നല്ലതാണ്. തുടർച്ചയായ പനി, അസാധാരണമായ ക്ഷീണം, അതുപോലെ വയറ് ഇളക്കം അല്ലെങ്കിൽ മലം പോകാൻ പ്രയാസം, ഇതൊക്കെ പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ് പെട്ടെന്നുണ്ടാകുന്ന ദഹനക്കേട്, ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടി ജാഗ്രതയോടെ കാണേണ്ട ലക്ഷണങ്ങളാണ്. ഇവയൊക്കെ ക്യാൻസറിൻ്റെ സൂചനകളാവാം. പക്ഷേ ഈ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ സൂചനയെ ഭയപ്പാടെയല്ല കരുതലോടെ കാണേണ്ടതും അത് ക്യാൻസർ രോഗമല്ല എന്ന് ഉറപ്പാക്കേണ്ടതുമാണ്. അപ്പോൾ അതുപോലെ ഗർഭാശയങ്ങളെ ക്യാൻസർ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. പ്രതിരോധിക്കാൻ ക്യാൻസർ വാക്സിൻ ഉണ്ട്. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഗർഭാശയങ്ങളെ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ഡോക്ടറുമായി ഇക്കാര്യം ചർച്ച ചെയ്ത് മേൽ നടപടി സ്വീകരിക്കണം, നല്ലതാണ്. അപ്പോൾ നമ്മൾ ക്യാൻസറിനെ പ്രതിരോധിക്കാമെന്ന് പറഞ്ഞു, ക്യാൻസറിനെ മുൻകൂട്ടി നിർണ്ണയിക്കാമെന്ന് പറഞ്ഞു. ഇനി നിർഭാഗ്യവശാൽ ക്യാൻസർ കണ്ടെത്തിയെന്ന് കരുതുക. നമ്മൾ ഭയപ്പാടോടെയല്ല, മറിച്ച് ഏറ്റവും നല്ല ചികിത്സ, ശാസ്ത്രീയ ചികിത്സ എത്രയും വേഗം സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വസ്തുത. നമ്മൾ മനസ്സിലാക്കണം, ക്യാൻസറിനെ കൃത്യസമയത്ത് കണ്ടുപിടിച്ചാൽ, നേരത്തെ ചികിത്സിക്കാനായാൽ ക്യാൻസർ ചികിത്സ വലിയ ചിലവേറിയ ഒരു കാര്യമല്ല. മറിച്ച് പലപ്പോഴും ക്യാൻസർ രോഗം വൈകി കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ചികിത്സാ ചെലവും ഇത്തിരി കൂടുന്നത്. ഇനി ക്യാൻസർ ചികിത്സയെക്കുറിച്ചുള്ള ഭയപ്പാടാണ് നമ്മളെ ഒരുപാട് അകറ്റുന്നത്. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കരിക്കും, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കരിക്കുന്ന ചികിത്സയാണ്, തെറ്റിദ്ധാരണയാണ്. നമ്മളൊരു എക്സ്റേ എടുക്കുന്നില്ലേ, എക്സ്റേയുടെ മുറിയിൽ നമ്മൾ ഒന്ന് ശ്വാസം, നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കാത്ത ആരുമില്ല അല്ലേ. അപ്പോൾ നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ശ്വാസകോശം ഒന്ന് വലിച്ചു പിടിക്കൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിടുന്നില്ലേ. പക്ഷെ അതേ മുറിയിൽ ഒരു ശകലം നേരം കൂടി നിൽക്കുന്നു വയ്ക്കാം, ഏകദേശം അതിന് സമാനമാണ് റേഡിയേഷൻ ചികിത്സ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സമാനമായ മെഷീനാണ്, യന്ത്രങ്ങളാണ്. അപ്പോൾ ഈ റേഡിയേഷൻ വികിരണങ്ങളെ ക്യാൻസർ കോശങ്ങളിലേക്ക് കൃത്യമായ കണക്കെടുത്ത് കറക്റ്റ് ആ ക്യാൻസർ കോശങ്ങളിലേക്ക് കടത്തിവിടാനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമാണ്. അത് വെച്ചാണ് ക്യാൻസർ റേഡിയേഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലൂടെ ചികിത്സിക്കുന്നതെന്ന് ലളിതമായി പറയാം. ഒപ്പം കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ആരും വലിയ ഗൗരവത്തോടെ കാണാറില്ല. പക്ഷേ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം ഛർദ്ദിക്കും. ചില ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ കീമോതെറാപ്പിയുടെ ദിവസം അയ്യോ ഇന്ന് കീമോ ആണ്, ഇപ്പം ഞാൻ ഛർദ്ദിക്കുമെന്ന് അപ്പോഴേ ഛർദ്ദിക്കുന്നവർ വരെയുണ്ട്. മണ്ടത്തരാണ്. നമ്മളങ്ങനെ ഒന്നിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കരുത്. ക്യാൻസറിൻ്റെ
ചികിത്സ ആ, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് തന്നെയാണ്, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ക്യാൻസർ ചികിത്സയുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനുള്ള സംവിധാനവും നമുക്ക് ശാസ്ത്രീയമായി ലഭ്യമാണ്. സമാധാനത്തിൽ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ നമ്മൾ ആ ബുദ്ധിമുട്ടുകളും ആ ഡോക്ടർ നല്ല ഭംഗിയായി മാറ്റിത്തരും എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഭയത്തോടെയല്ല, ധൈര്യത്തോടെയാണ് നമ്മൾ ക്യാൻസർ ചികിത്സ നേരിടുന്നത്. ഒരു ഭീകര സാധനമായി കാണരുത്. ഷുഗറും BP-യും അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളൊക്കെ ചികിത്സിക്കുന്നത് പോലെ സാധാരണ നമ്മൾ അതിൻ്റെ ആ ചികിത്സാ രംഗത്തുള്ള വിദഗ്ധനെ കണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ലഭ്യമായ ശാസ്ത്രീയ ചികിത്സ സധൈര്യം സ്വീകരിച്ചാൽ ക്യാൻസറിനെ നമുക്ക് ഓടിച്ചു വിടാൻ, ജീവിതത്തിൽ നിന്ന് ഓടിച്ചു വിടാൻ ഒരുപാട് കഴിയും. പൊതുവെ നമ്മൾ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കിടക്കുന്ന ഒരു വസ്തുത എന്താണെന്നറിയാം. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്ന് കേട്ടാൽ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന 2 വാക്കുകൾ, ഒന്ന് മരണവും, 2 കഷ്ടപ്പാടുമാണ്. കാരണം ചുറ്റും നമ്മൾ കാണുന്നത്, നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന അതാണ്. പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെയൊക്കെ ചുറ്റും ക്യാൻസർ വന്ന് ക്യാൻസറിനെ ഭംഗിയായി നേരിട്ട് ക്യാൻസറിനെ അതിജീവിച്ച് ജീവിക്കുന്നത്. അവരൊക്കെ പൊതുവെ പുറത്തു പറയാനത് മടിക്കാൻ കാര്യം സമൂഹം അതിനെ കാണുന്ന രീതി കൊണ്ടാണ്. സമൂഹം ക്യാൻസർ രോഗിയെ ഒരുമാതിരി സഹതാപത്തോടെ കാണുന്നത് കൊണ്ടാണ് അത്തരം വാർത്തകൾ പുറത്തു വരാത്തത്. ഒരു കാര്യം തിരിച്ചറിയുക, കേടായ വാഹനങ്ങൾ ഗ്യാരേജിലാണ്, അല്ലാതെ കേടായ വാഹനങ്ങൾ റോഡിൽ കാണാറില്ല. നിങ്ങൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ചുറ്റും കാണുന്ന ഗ്യാരേജിലെ വണ്ടികൾ കണ്ട് ഇവിടെയുള്ള വാഹനങ്ങളൊക്കെ കേടാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ ആകരുത്. അപ്പോൾ ചുറ്റും കാണുന്ന വസ്തുതയെ വെറുതെ കേൾക്കുന്ന വസ്തുതയല്ല, ശരിക്കും അറിയേണ്ടവരിൽ നിന്ന് തന്നെ അറിഞ്ഞ് തെറ്റിദ്ധാരണകളില്ലാതെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിക്കുക. അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണമെന്നല്ല ഇപ്പോഴത്തെ കാലത്തെ അർത്ഥം. മറിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നേരറിഞ്ഞ് നേരിടേണ്ട ഒരു സാധാരണ രോഗമാണ് എന്ന വസ്തുതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പിന്നെ കഷ്ടപ്പാട് നോക്കൂ. സാന്ത്വന പരിചരണം, പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ ബാധിച്ചവരുടെ സമ്പൂർണവും ക്രിയാത്മകവുമായ പരിചരണമാണ്. രോഗം നമ്മൾ മറ്റേ റിയാലിറ്റി ഷോയിൽ പറയുന്ന പോലെ ദാ പോയി ദേ വന്നു എന്ന് പറയുന്ന പോലെ ദേ വന്നു ദാ പോയി എന്ന അവസ്ഥയാണ് രോഗമെങ്കിൽ നോക്കൂ, എളുപ്പമാണ്. പക്ഷേ ദേ വന്നു ദാ പോകുന്നില്ല രോഗമെങ്കിൽ രോഗം കൊണ്ടുള്ള കഷ്ടതകൾ മാറ്റുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് പാലിയേറ്റീവ് കെയർ എന്ന സംവിധാനത്തിലൂടെ, സാന്ത്വന പരിചരണത്തിലൂടെ നമുക്ക് രോഗമേതായാലും, രോഗത്തിൻ്റെ അവസ്ഥ ഏതായാലും അതുകൊണ്ടുള്ള കഷ്ടതകൾ മാറ്റാൻ നമുക്കിപ്പോൾ സാധിക്കും. പാലിയേറ്റീവ് കെയർ അത് തൊട്ടടുത്തുള്ള സംവിധാനത്തിൽ ലഭ്യവുമാണ്, ചികിത്സാ സംവിധാനത്തിൽ ലഭ്യവുമാണ്. അപ്പോൾ അത്തരം പാലിയേറ്റീവ് കെയർ സേവനം കൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ, പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ മരണാവസ്ഥയിൽ അല്ലെങ്കിൽ മരിക്കാറാവുന്നവർക്ക് കൊടുക്കാനുള്ള പരിചരണമാണെന്ന് പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ശുദ്ധ മണ്ടത്തരമാണ്. മരണാസന്നമായവർക്കും പാലിയേറ്റീവ് കെയർ ഒരുപാട് ഉപകാരമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ അന്തസ്സോടെ കഷ്ടതയില്ലാതെ ജീവിച്ചിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന വലിയൊരു സംവിധാനമാണ് പാലിയേറ്റീവ് കെയർ. ആ പാലിയേറ്റീവ് കെയറിനെ കൂടി ചേർത്ത് പിടിച്ചാൽ ക്യാൻസർ ഒരു ബാലികേറ മലയല്ല, മറിച്ച് നമുക്ക് അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിതകാലത്തൊട്ടാകെ ക്യാൻസറിനെ ഉന്മൂലനം ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസർ ഒരു പ്രമേഹം പോലെ ജീവിതത്തിൽ ക്യാൻസറിനൊത്ത് സമാധാനത്തിൽ ജീവിക്കാനോ പറ്റുന്ന ഒരു അവസ്ഥയാക്കി മാറ്റാൻ നമുക്ക് ഒരുമിച്ച് സാധിക്കും. അതുമാണ് പ്രധാനം. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4-നാണ്. ഫെബ്രുവരി 4-ലെ ക്യാൻസർ ദിനത്തിന് 2025 മുതൽ 27 വരെ അന്താരാഷ്ട്ര ഏജൻസികൾ നൽകിയിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. നമുക്ക് ഒരുമിച്ച് യുണീക്കായിട്ടുള്ള ഈ രോഗത്തെയും രോഗാവസ്ഥയെയും നമ്മൾ ഒരുമിച്ച് നേരിടുക എന്നുള്ളത് ഒരു പോരാട്ടം മാത്രമായി നിങ്ങൾ കാണരുത്. ധീരതയോടെ, അറിവിൻ്റെ ബലത്തിൽ, ആത്മാർത്ഥമായ ഇടപെടലുകളിലൂടെ നമുക്ക് അവർക്കൊപ്പം നിൽക്കാം. ഇത് നമ്മുടെ സാമൂഹികമായ ഉത്തരവാദിത്വം കൂടിയാണ്. പിന്നെ ചികിത്സാ ചെലവുകൾ, അതേക്കുറിച്ചുകൂടി ഒരു വാക്ക്. കേരള സർക്കാരുകൾ ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ക്യാൻസർ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ സാന്ത്വനം ഉറപ്പാക്കുന്നുണ്ട്. എന്നാലും ദൈനംദിന ജീവിത ചെലവുകൾ ഉൾപ്പെടെയുള്ള രംഗത്ത് ക്യാൻസർ രോഗിക്ക്, പ്രത്യേകിച്ച് കുടുംബനാഥന് അല്ലെങ്കിൽ കുടുംബത്തിലെ അത്താണിയായ ആൾ ക്യാൻസറുമായിട്ട് മല്ലിടുമ്പോൾ സമൂഹം ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായ ഇടപെടൽ നടത്തേണ്ടത് അനിവാര്യമാണ്. നിരവധി
കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ, സാമൂഹിക കൂട്ടായ്മകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾ നേരിട്ട് കാര്യങ്ങളെ ബോധ്യപ്പെട്ട് സാധാരണക്കാരെ സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒക്കുന്ന പോലെ മുന്നിട്ടിറങ്ങണം. ഒപ്പം അടിവരയിട്ട് പറയട്ടെ, ചികിത്സാ സഹായത്തിനായി നമ്മൾ ഓടുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ആപത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ, അങ്ങനെയല്ലേ, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് നേടാം എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യവരുമാനത്തിൻ്റെ ഒരംശം നമ്മുടെ രോഗങ്ങൾ തടയാനും രോഗചികിത്സയ്ക്കും വേണ്ടി മാറ്റിവെച്ച് നല്ല ഒരു എന്താ പറയുക, കുറച്ചുകൂടി കരുതലിൻ്റെ ഒരു സംസ്കാരം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് കൂടി ഞാൻ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങളും രോഗാവസ്ഥയും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ന് വേണം വന്നു വരാം. അപ്പോൾ അതിന് ഒരു മുൻകരുതൽ നമ്മുടെ സ്വത്തിൽ നിന്ന് നമ്മൾ ഒരു 10 രൂപയുടെ വരുമാനത്തിൽ 1 രൂപ അതിനുവേണ്ടി മാറ്റിവെക്കാൻ നമ്മളൊരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാവണം. ഒപ്പം രോഗം ജീവിതശൈലി രോഗം ഉണ്ടാക്കുമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് തിരിച്ചറിഞ്ഞ് കൃത്യമായ ഒരു ബോധം ആ ബോധത്തോടു കൂടി രോഗത്തെ തടയാനും രോഗത്തെ നേരിടാനുമുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ തിരിച്ചറിവിനെ ചേർത്ത് പിടിച്ച് ജീവിക്കാനും കൂടി നമ്മളെല്ലാവരും പഠിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മൾ മലയാളികളാണ്, വൃത്തിയുള്ളവരാണ്, അറിവുള്ളവരാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ ശാസ്ത്രബോധം അത് കയ്യിലെടുത്ത് വാട്സാപ്പും ഡിജിറ്റൽ മേഖലയും, അതായത് കമ്പ്യൂട്ടറും ഈ പറയുന്ന അറിവുകളുമൊക്കെ ഒരു ക്ലിക്കിൽ കിട്ടുന്ന സാധനമാണ്. പക്ഷേ ഈ ക്ലിക്കിൽ കിട്ടുന്നതെല്ലാം, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന തിരിച്ചറിവ്, ശരിയായ അറിവിനെ ചേർത്ത് പിടിച്ച് ശാസ്ത്രബോധത്തോടെ മുന്നേറാനുള്ള ഉത്തരവാദിത്വം കൂടി വിവേചന ബുദ്ധി എന്ന ഏറ്റവും പ്രധാന ശേഷി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന മനുഷ്യവർഗത്തിൽപ്പെട്ട